കോൺഗ്രസ് സ്ഥാനാർത്ഥി ചർച്ചകളിൽ ഇടഞ്ഞ് കെ സുധാകരൻ. ചർച്ചകളിൽ പങ്കെടുക്കാതെ സുധാകരൻ കേരളത്തിലേക്ക് മടങ്ങി. പാർലമെന്റ് സമ്മേളനം ബഹിഷ്കരിച്ചാണ് മടക്കം. നാട്ടിൽ വേറെ പരിപാടി ഉള്ളതുകൊണ്ടാണ് സുധാകരൻ മടങ്ങിയതെന്ന് സണ്ണി ജോസഫിന്റെ ന്യായീകരണം. അതേസമയം തർക്കങ്ങൾ തുടരുന്നതിനിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് ദില്ലിയിൽ ഇന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരും. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും വിഷ്ണു തലവൂർ ചേരുന്നത്. വിഷ്ണു, ഏതായാലും ഇന്നത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി കാത്തിരിക്കുകയാണ് കോൺഗ്രസ്സുകാർ. കൃത്യമായി തന്നെ ധാരണ നേരത്തെ ഉണ്ടായത് പൊളിച്ചുകൊണ്ട് കെ സുധാകരൻ പറഞ്ഞത്, കെ സുധാകരൻ നാട്ടിലേക്ക് മടങ്ങിയത് എല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. സണ്ണി ജോസഫ് തന്നെ നേരത്തെ KPCC അധ്യക്ഷനായി തന്നെ തുടരുകയും മത്സരിക്കുകയും ചെയ്യും എന്ന നിലപാടെടുത്തു. MP-മാരെല്ലാവരും നിയമസഭയിൽ മത്സരിക്കുമെന്ന് നിലപാടെടുത്തിരിക്കുന്നു. ഇപ്പോൾ PJ കുര്യൻ അടക്കമുള്ള പഴയ ചില നേതാക്കളും രംഗത്തേക്ക് വരുന്നുണ്ട്. എല്ലാവർക്കും മത്സരിക്കണം. കോൺഗ്രസ് അതുതന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വടംവലി, പിടിവലി. എന്താണ് സ്ക്രീനിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാനുള്ള ദില്ലി ചർച്ചകൾ എങ്ങനെയാണ് നടക്കാൻ പോകുന്നത്? സിജു, എന്തായാലും പല സീറ്റുകളിലും വലിയ തർക്കം തുടരുന്ന സാഹചര്യം തന്നെയാണ്. പ്രത്യേകിച്ച് കെ സുധാകരൻ നേതൃത്വവുമായി ഇപ്പോഴും ഇടഞ്ഞു നിൽക്കുകയാണ്. സുധാകരൻ മത്സരിക്കണമെന്ന നിലപാടിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം സുധാകരനെ അനുനയിപ്പിക്കുന്നതിനു വേണ്ടി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് വളരെ സമയം നീണ്ടു നിൽക്കുന്ന ചർച്ച സുധാകരനുമായി നടത്തിയിരുന്നു. പക്ഷേ ആ ചർച്ചയിലും സുധാകരനെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഇന്ന് പ്രധാനപ്പെട്ട ചർച്ചകൾ, നിർണായക ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും കെ സുധാകരൻ ഈ ചർച്ചകളിൽ പങ്കെടുക്കാതെ നാട്ടിലേക്ക് മടങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ കെ സുധാകരൻ നാട്ടിലേക്ക് മടങ്ങിയെങ്കിലും അതിൽ അതൃപ്തി ഉണ്ട് എന്നൊരു വാദം തള്ളിക്കളയുന്ന നിലപാടാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും അതോടൊപ്പം തന്നെ KC വേണുഗോപാലും സ്വീകരിക്കുന്നത്. കെ സുധാകരന് ചില ആവശ്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് സുധാകരൻ നാട്ടിലേക്ക് പോയത് എന്നതാണ് സണ്ണി ജോസഫും KC വേണുഗോപാലും പറയുന്നത്. അതോടൊപ്പം തന്നെ KC വേണുഗോപാൽ കൂട്ടിച്ചേർക്കുന്നത് കഴിഞ്ഞ ദിവസം വളരെ നീണ്ടുനിന്ന ചർച്ചകൾ കെ സുധാകരനുമായി നടത്തി എന്നൊരു കാര്യം കൂടി എന്തായാലും KC വേണുഗോപാൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിനു പുറമെ നേതൃത്വത്തെ സംബന്ധിച്ച് MP-മാർ മത്സരിക്കണമെന്നൊരു സമ്മർദ്ദം ശക്തമാക്കുന്നതും അതൊക്കെ തന്നെ ഇന്ന് ചേരുന്ന യോഗത്തിൽ. വിഷ്ണു, അതായത് നേരത്തെ ഹൈക്കമാൻഡിന്റെ ഒരു നിലപാട് MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന് തന്നെയായിരുന്നു. പക്ഷേ അതിന് പിന്നാലെ, തീരുമാനത്തിന് വന്നതിന് പിന്നാലെ സുധാകരൻ ദില്ലിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് താൻ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ട്, രാഹുൽ ഗാന്ധി ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നാണ്. അതിന് പിന്നാലെയാണ് നിരവധി പേർ, അടൂർ പ്രകാശ് അടക്കമുള്ളവർ രംഗത്തെത്തുകയും ചെയ്തത്. ഹൈക്കമാൻഡ് നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതാണോ ഒരുപക്ഷെ സുധാകരൻ നാട്ടിലേക്ക് മടങ്ങി വന്നതിന്റെ കാരണം? എന്താണ് ഹൈക്കമാൻഡ് ഇതുമായി ബന്ധപ്പെട്ടെടുത്തിരിക്കുന്ന നിലപാട്? എന്തെങ്കിലും വിവരങ്ങൾ വരുന്നുണ്ടോ? സിജു, ഇതിനകത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് 1-2 MP-മാർക്ക് മത്സരിക്കാൻ അനുമതി നൽകിക്കഴിഞ്ഞാൽ മറ്റ് MP-മാർ കൂടി വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും എന്നതാണ്. കാരണം അവർക്ക് മത്സരിക്കാനുള്ളൊരു സമ്മർദ്ദം ശക്തമാക്കും എന്ന് തന്നെയാണ് നേതൃത്വത്തെ സംബന്ധിച്ച് പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് MP-മാർ മത്സരിക്കേണ്ട എന്നൊരു നിലപാടിലേക്ക് എന്തായാലും നേതൃത്വം എത്തുന്നത്. പക്ഷേ അവിടെയാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ മത്സരിക്കുമെന്ന നിലപാടിൽ അല്ലെങ്കിൽ ആ ഒരു സമ്മർദ്ദം ശക്തമാക്കിയാണ് കെ സുധാകരൻ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. എന്തായാലും അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് സുധാകരൻ ഇന്നത്തെ ചർച്ചകളിൽ പങ്കെടുക്കാതെ തൻ്റെ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് സുധാകരൻ നാട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം ഈ MP-മാരുടെ വിഷയങ്ങൾക്ക് പുറമെ മറ്റ് നിരവധി സീറ്റുകളിലും വലിയ തർക്കങ്ങളൊക്കെ തന്നെ നിലനിൽപ്പുണ്ട്. പ്രത്യേകിച്ച് പത്തനംതിട്ടയിലെ ആറന്മുള സീറ്റിൽ ഉൾപ്പെടെയാണ് ഇത്തരത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നത്. ആറന്മുളയിൽ എബിൻ വർക്കി മത്സരിക്കുന്നതിന് വേണ്ടി നേരത്തെ തന്നെ രംഗത്ത് ഇറങ്ങിയെങ്കിലും നേരത്തെ നേതാക്കളെയൊക്കെ നേരിട്ട് ദില്ലിയിൽ വന്ന് കണ്ട് ചർച്ചകളൊക്കെ തന്നെ നടത്തിയിരുന്നെങ്കിലും അബിൻ വർക്കിയുടെ സ്ഥാനാർത്ഥിത്വവും ഇപ്പോൾ അനിശ്ചിതത്വത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അപ്പോൾ ഈ ആറന്മുള സീറ്റിൽ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം എബിൻ വർക്കിയുടെ ഭാഗത്ത് നടക്കും ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് ചേരുന്ന യോഗത്തിൽ ചർച്ചയാകും. ഇതിന് പുറമെയാണ് പത്തനംതിട്ടയിൽ ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അവിടെ DCC ജനറൽ സെക്രട്ടറിമാർ പോലും രാജിവെക്കുന്നു. പൊട്ടിത്തെറിയിലേക്ക് പോലും കാര്യങ്ങൾ എത്തി നിൽക്കുന്ന ഒരു ഘട്ടമായതിനാൽ തന്നെ എന്തായാലും ഇന്ന് നടക്കുന്ന നിർണായക ചർച്ചകളിൽ ഇതിലൊക്കെ തന്നെ ഒരു തീരുമാനം ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. സിജു, വിഷ്ണു തലവൂരി, അതായത് കോൺഗ്രസിന്റെ തർക്കങ്ങളെ സംബന്ധിച്ചും ദില്ലി ചർച്ചകളും പണ്ടും ഒരുപാട് കാലങ്ങളിൽ കേരളം കണ്ടിട്ടുള്ളതാണ്.
സ്ക്രീനിംഗ് കമ്മിറ്റി ഇന്ന് അന്തിമ തീരുമാനം എടുക്കുമെന്ന് പറയും. വലിയ തരത്തിലുള്ള പൊട്ടിത്തെറികൾ പിന്നാലെ ഉണ്ടാകും. അങ്ങനെ അനന്തമായി നീണ്ടുപോകുന്ന ചർച്ചകൾ. ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കോൺഗ്രസിന് വെല്ലുവിളിയായിരിക്കുന്നത് മുതിർന്ന നേതാക്കൾ എടുത്തിരിക്കുന്ന നിലപാട് തന്നെയാണ്. പഴയ ആളുകളെല്ലാം രംഗത്തെത്തിയിട്ടുണ്ട്, മത്സരിക്കണമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ അബിൻ വർക്കിയെ പോലെയുള്ള മറ്റ് നേതാക്കളും യുവ നേതാക്കളും അടക്കം രംഗത്ത് വന്നിട്ടുണ്ട്. ഇതെങ്ങനെ പരിഹരിക്കാനും കഴിയുമെന്നാണ്. പലപ്പോഴും ഹൈക്കമാൻഡിനെ മറികടന്നുകൊണ്ട് KPCCക്ക് വഴങ്ങേണ്ടി വരുന്ന സാഹചര്യവും കോൺഗ്രസിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. സിജു, അത്തരത്തിൽ തന്നെയാണ്. കാരണം KPCC സംബന്ധിച്ച് അല്ലെങ്കിൽ പലപ്പോഴും ഹൈക്കമാൻഡ് നൽകുന്ന നിർദ്ദേശങ്ങളൊക്കെ തന്നെ അട്ടിമറിച്ച് സ്വന്തം നിലയിൽ തീരുമാനങ്ങൾ കൈക്കൊണ്ടു പോകുന്ന ഒരു നിലപാട് KPCC പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ആറന്മുള സീറ്റിൽ വലിയ അനിശ്ചിതത്വം തുടരുമ്പോൾ ആറന്മുളയിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നേതാവ് വിജയ് ഇന്ദുചൂടൻ കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. വിജയ് ഇന്ദുചൂടൻ ദില്ലിയിലേക്കെത്തി ഏതായാലും പല സ്ഥലങ്ങളിലും പല ഹിന്ദുചൂടന്മാരും രംഗത്തെത്തുന്നുണ്ട്. അതാണ് ഇപ്പോൾ കോൺഗ്രസിനെ കുഴപ്പത്തിലാക്കുന്ന വസ്തുതയും.